നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിനെതിരായിട്ട് നമ്മളിപ്പോൾ വഖഫ് ഒരു ഭൂമിക്ക് വേണ്ടി അവകാശം ഉന്നയിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ നമുക്ക് അതിനെതിരായിട്ട് അപ്പീൽ പോകാനായിട്ട് ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലോ പറ്റാതെ ഇതിൻ്റെ കോടതിയിൽ തന്നെ വഖഫിൻ്റെ കോടതിയിൽ തന്നെ പോകണം എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അതൊരു തെറ്റായ ധാരണ ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ട്രിബ്യൂണലിന്റെ അധികാരം പരമാധികാരമാണ്. അത് ട്രിബ്യൂണലുകൾ അങ്ങനെയാണ്. അത് ആർട്ടിക്കിൾ 323B പ്രകാരമാണ് ഈ വഖഫ് ട്രിബ്യൂണലൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനത്തെ നമുക്കറിയാലോ, ഇഷ്ടംപോലെ ട്രിബ്യൂണൽ, ടാക്സേഷൻ ട്രിബ്യൂണലുണ്ട്, ലേബർ ട്രിബ്യൂണൽ, അങ്ങനെ ധാരാളം ഉണ്ട്, ട്രിബ്യൂണൽസ് ഉണ്ട്. ഇതെല്ലാം ക്വാസി ജുഡീഷ്യലാണ്. അവരുടെ ഓർഡറുകൾ ഫൈനലായിരിക്കും. ആ ഓർഡറുകളെ ചലഞ്ച് ചെയ്യാൻ സിവിൽ കോടതിക്ക് അധികാരമില്ല. കാരണം ഇത് ക്വാസി ജുഡീഷ്യൽ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഇതിനെ അപ്പീൽ നിൽക്കുന്നത് എവിടെയാണ്? ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതി ചാൻസ് ഉണ്ട്. ഹൈക്കോടതികൾ ചലഞ്ച് ചെയ്യാം. ഹൈക്കോടതിക്ക് ഭേദഗതി വരുത്താം. ഇനി ഇവരൊരു ഫൈനലായിട്ട് എടുത്തൊരു ജഡ്ജ്മെന്റ് ആരും ചലഞ്ച് ചെയ്തിരുന്നു വിചാരിച്ചു, ആരും ചലഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഹൈക്കോടതിക്ക് സുമോട്ടോ ഈ വഖഫ് ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവിനെ പരിശോധിക്കാനും ഹൈക്കോടതിക്ക് സ്വമേധയാ പരിശോധിക്കാനും, പരാതി ഇല്ലെങ്കിൽ പോലും പരിശോധിക്കാൻ പോലും പവറുണ്ട്. അങ്ങനെ പറയുന്നതിൽ അത്ര വാസ്തവമുള്ള കാര്യമല്ല. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഒരു വ്യാഖ്യാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൈക്കോടതിക്ക് അധികാരമുണ്ട്, സുപ്രീം കോടതിക്കും അതിന് മേലെ അപ്പീലിനുള്ള അധികാരമുണ്ട്.